മൂഡ് സ്വിങ്സ് എനിക്ക് മാത്രം ഈ ലോകത്തുണ്ടാവണ ഒരു വലിയ പ്രതിഭാസമൊന്നുമല്ല. അതിനെ അങ്ങ് വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്ത് വല്ലാണ്ട് അയ്യോ മൂഡ് സ്വിങ്സ് അങ്ങനെ പല കാരണങ്ങളാണ് എടുത്തു വെച്ച് പറയണത്. പല കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെ എടുത്ത് നിരത്തിയിട്ട് ഈ മൂഡ് സ്വിങ്സിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യരുതും എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ് വചനത്തിൽ പറയുന്നത്. നിങ്ങൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ തൃപ്തരാക്കണം, നിങ്ങൾ കരയുന്നവർ നിങ്ങൾ ചിരിക്കും. ഇതാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈശോ തന്നെ പറയുകയാണ് ഇതെല്ലാം നമ്മുടെ ലൈഫിലുണ്ടാവും. വിശപ്പുണ്ടാവും, തൃപ്തി ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, കരച്ചിലുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇതിനെ ആവശ്യമില്ലാതെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ആവശ്യമില്ലാതെ പെരുപ്പിച്ച് കാണിക്കും. നമുക്ക് പറ്റണ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സിനെയും അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന വലിയ വാക്കാണ് ഡിപ്രഷൻ. ഇതിനെയൊക്കെ ഒരാവശ്യവും ഇല്ലാതെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂഡ് സ്വിങ്സിന്റെയും ഡിപ്രഷന്റെയും അസ്വസ്ഥതകൾ നമ്മൾ വിട്ടുപോകുന്നില്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നേ, സങ്കടം ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കൈകാര്യം ചെയ്ത് പോകാൻ എന്നെ കൊണ്ട് സാധിക്കണം. എനിക്ക് മാത്രം ഈ ലോകത്തുണ്ടാവണ ഒരു പ്രതിഭാസമൊന്നും അല്ലത്, എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്, എൻ്റെ കൂടെയുള്ളവർക്കും ഉണ്ടാകാറുണ്ട്. അതിനെയും അങ്ങനെ തന്നെ നോക്കിക്കാണാൻ സാധിക്കണം. എന്നാലും അവള് എന്നോട് അങ്ങനെ പറഞ്ഞല്ല, ദേഷ്യപ്പെട്ടല്ലോ. നമുക്കുള്ളത് പോലെ മൂഡ് സ്വിങ്സ് അവർക്ക് കൊണ്ടെന്ന് മനസ്സിലാക്കിയ കാര്യം തീർന്നു പോകും. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനൊന്നും പെരുപ്പിച്ച് കാണിക്കാനുള്ള വരുന്നത്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.